Good morning. Today's topic is virtual memory. In most modern computer systems, the physical main memory is not as large as the address space of the processor. For example, a processor that issues 32-bit address has an addressable space of 4 bytes. The size of the main memory in a typical computer with a 32-bit processor may range from 1G to 4G bytes. If a program does not completely fit into the main memory, the part of it not currently being executed are stored on a secondary storage device, typically a magnetic disk. As these parts are needed for execution, they must first be brought into the main memory, possibly replacing other parts that are already in the main memory. These actions are performed automatically by the operating system using a scheme known as virtual memory. Application programmers need not be aware of the limitations imposed by the available main memory. They prepare programs using the entire address space of the processor. Normally, നമ്മളൊരു കമ്പ്യൂട്ടർ പ്രോഗ്രാം നമ്മളൊരു പ്രോഗ്രാം റൺ ചെയ്യുന്ന സമയത്ത് നമ്മൾ ടോട്ടൽ ഫിസിക്കൽ മെമ്മറീൻ്റെതാണ് എന്ത് ചെയ്യുന്നത് ഫിസിക്കൽ മെയിൻ മെമ്മറിയിലാണ് പ്രോഗ്രാംസ് സ്റ്റോർ ചെയ്യുന്നത്. അപ്പോൾ നോർമലി നമ്മൾ സ്റ്റോർ ചെയ്യുന്ന പ്രോഗ്രാംസ് ലാർജ് സൈസ് പ്രോഗ്രാംസ് ആണെങ്കിൽ നമുക്ക് ചിലപ്പോൾ മെയിൻ മെമ്മറിയിൽ അഫോർഡ് ചെയ്യാൻ വേണ്ടി പറ്റാത്തതിലും വലിയ പ്രോഗ്രാംസ് ഒക്കെ ഉണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് നമ്മൾ ഒന്നുകിൽ ക്യാഷ് മെമ്മറി നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തതാണ്, ക്യാഷ് മെമ്മറി യൂസ് ചെയ്തിട്ട് വേണമെങ്കിൽ നമുക്ക് കുറച്ച് സ്പേസ് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. കുറച്ച് പാർട്ട് ക്യാഷ് മെമ്മറിയിൽ സ്റ്റോർ ചെയ്തിട്ട് ബാക്കി നമുക്ക് എന്ത് ചെയ്യാം, മെയിൻ മെമ്മറിയിൽ സ്റ്റോർ ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ വെർച്വൽ മെമ്മറി എന്ന് പറയുന്ന കൺസെപ്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ പ്രോഗ്രാംസ് ഒക്കെ ആവുന്ന സമയത്ത്, അതായത് മെയിൻ മെമ്മറിയിൽ അഫോർഡ് ചെയ്യാൻ വേണ്ടി പറ്റുന്നതിനേക്കാളും വലിയ പ്രോഗ്രാംസ് ഒക്കെ ആവുന്ന സമയത്ത് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, ഈ പ്രോഗ്രാംസിനെ നമ്മൾ ആവശ്യമുള്ള പോർഷൻസ് മാത്രം മെയിൻ മെമ്മറിയിൽ സ്റ്റോർ ചെയ്തിട്ട് ബാക്കിയുള്ള പോർഷൻസ് ഒരു വെർച്വൽ മെമ്മറി എന്ന് പറയുന്നൊരു കൺസെപ്റ്റ് അതിൻ്റെ അകത്തേക്ക് സ്റ്റോർ ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ എപ്പോഴാണോ നമുക്ക് ആവശ്യം വരുന്നത് ആ സമയത്ത് മാത്രം എന്ത് ചെയ്താൽ മതി, ഈ നമ്മൾ മാറ്റി സേവ് ചെയ്ത് വെച്ചിരിക്കുന്ന ഈ പോർഷനെ എടുത്തിട്ട് മെയിൻ മെമ്മറിയിലേക്ക് സ്റ്റോർ ചെയ്താൽ മതി, റൺ ചെയ്യാൻ ആവശ്യമുള്ള സമയത്ത് മാത്രം. അപ്പോൾ നോർമൽ കേസിൽ നമ്മളിത് എങ്ങനെ ഇംപ്ലിമെൻറ്റ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ പ്രോഗ്രാംസ് ഒക്കെ വരുന്ന സമയത്ത് നമ്മളെ മെയിൻ മെമ്മറിയിൽ ഹോൾഡ് ചെയ്യാൻ വേണ്ടി പറ്റുന്ന അത്രയും പ്രോഗ്രാം മാത്രം നമ്മൾ മെയിൻ മെമ്മറിയിലേക്ക് സ്റ്റോർ ചെയ്യും. ബാക്കിയുള്ള പോർഷൻസ് നമ്മൾ സെക്കൻഡറി സ്റ്റോറേജ് ഡിവൈസസ് ലൈക്ക് മാഗ്നറ്റിക് ഡിസ്കിലേക്കൊക്കെ സ്റ്റോർ ചെയ്ത് വെക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ആവശ്യമുള്ള സമയത്ത് എന്ത് ചെയ്യും, കറൻ്റ്ലി ഇപ്പോൾ മെയിൻ മെമ്മറിയിലുള്ള ആ പോർഷൻസ് റീപ്ലേസ് ചെയ്തിട്ട് ഇപ്പോഴേതാണോ യൂസ് ചെയ്യേണ്ടത് അതിന് നമ്മൾ മെയിൻ മെമ്മറിയിലേക്ക് സ്റ്റോർ ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് virtual memory is an architectural solution to increase the effective size of the memory system. അതായത് എഫക്റ്റീവ് നമ്മളെ മെമ്മറിൻ്റെ എഫക്റ്റീവ് സൈസ് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് വെർച്വൽ മെമ്മറി എന്ന് പറയുന്ന കൺസെപ്റ്റ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ നേരത്തെ പറഞ്ഞ പോയിന്റ്സ്. അഡ്രസ്ബിൾ മെമ്മറി സ്പേസ് ഡിപ്പെൻഡ്സ് ഓൺ ദ നമ്പർ ഓഫ് അഡ്രസ് ബൈറ്റ്സ് ഇൻ ദ കമ്പ്യൂട്ടർ. അതായത് 32-ബിറ്റ് അഡ്രസ്സ് ആണെങ്കിൽ നമുക്ക് മാക്സിമം 2^32 അത്രയും ലൊക്കേഷൻസ് ആണ് അഡ്രസ്സ് ചെയ്യാൻ വേണ്ടി പറ്റുന്നത്. അതായത് അറ്റ് ദ മാക്സിമം 4G ബൈറ്റ്സ് ആണ് നമുക്ക് അഡ്രസ്സ് ചെയ്യാൻ വേണ്ടി പറ്റുന്നത്. ഫിസിക്കൽ മെയിൻ മെമ്മറി ഇൻ ദ കമ്പ്യൂട്ടർ ഈസ് ജനറലി നോട്ട് ആസ് ലാർജ് ആസ് ദ എൻറ്റയർ പോസിബിൾ അഡ്രസ് സ്പേസ്. അതായത് നമ്മളെ എത്ര അഡ്രസ് സ്പേസ് ഉണ്ടോ അത്രയും വലുതായിരിക്കും നമ്മുടെ ഫിസിക്കൽ മെമ്മറി എന്ന് പറയുന്നത്. ഫിസിക്കൽ മെമ്മറി ടിപ്പിക്കലി റേഞ്ചസ് ഫ്രം എ ഫ്യൂ 100 മെഗാബൈറ്റ്സ് 1G ബൈറ്റ്സ് അത്ര വരെ നമ്മളെ ഫിസിക്കൽ മെമ്മറി ഉണ്ടാവുള്ളൂ. Large programs that cannot fit completely into the main memory have their parts stored on secondary storage devices such as മാഗ്നറ്റിക് ഡിസ്ക്. അതായത് നമ്മൾ മെയിൻ മെമ്മറിയിൽ ഹോൾഡ് ചെയ്യാൻ വേണ്ടി പറ്റാത്ത വലിയ സ്പേസ് ഉള്ള പ്രോഗ്രാംസ് വരുമ്പോൾ നമ്മളതിനെ സെക്കൻഡറി സ്റ്റോറേജിലേക്കാണ് ബാക്കിയുള്ള പോർഷൻസ് സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. പീസസ് ഓഫ് പ്രോഗ്രാംസ് മസ്റ്റ് ബി ട്രാൻസ്ഫേർഡ് ടു ദ മെയിൻ മെമ്മറി ഫ്രം സെക്കൻഡറി സ്റ്റോറേജ് ബിഫോർ ക്യാൻ ബി എക്സിക്യൂട്ടഡ്. അതായത് നമുക്ക് എപ്പോഴും എക്സിക്യൂഷൻ ഇത് ആവശ്യം വരും, സെക്കൻഡറിയിലുള്ള പ്രോഗ്രാംസ് ആവശ്യം വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, അതിനെ മെയിൻ മെമ്മറിയിലുള്ള പാർട്സ് റീപ്ലേസ് ചെയ്തിട്ട് സെക്കൻഡറി സ്റ്റോറേജിലെ പാർട്സ് അതിൻ്റെ അകത്തേക്ക് സ്റ്റോർ ചെയ്ത് കൊടുക്കും. അങ്ങനെയാണെങ്കിൽ മാത്രമേ നമുക്ക് എക്സിക്യൂഷൻ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. When a new piece of program is to be transferred to the main memory and the main memory is full,
then some other piece in the main memory must be replaced. അതായത് നമ്മളൊരു പോർഷൻ മെയിൻ മെമ്മറിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുകയാണ്, മെയിൻ മെമ്മറി ഓൾറെഡി ഫുൾ ആണെങ്കിൽ എന്ത് ചെയ്യണം, ആ ഫുള്ളായ മെയിൻ മെമ്മറീനെ റീപ്ലേസ് ചെയ്യണം, സം സ്പേസ് ഫ്രീ ആക്കി കൊടുക്കണം, എന്നിട്ടാണ് അതിൻ്റെ അകത്തേക്ക് സ്റ്റോർ ചെയ്യേണ്ടത്. അപ്പോൾ ഇത് ക്യാഷ് മെമ്മറിയിൽ നമ്മൾ സ്റ്റോർ ചെയ്യുന്ന അതിൻ്റെ സിമിലർ സ്ട്രക്ചർ തന്നെയാണ് ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഓട്ടോമാറ്റിക്കലി ട്രാൻസ്ഫേഴ്സ് ഡാറ്റ ബിറ്റ്വീൻ ദ മെയിൻ മെമ്മറി ആൻഡ് സെക്കൻഡറി സ്റ്റോറേജ്. അതായത് നമുക്ക് എപ്പോഴൊക്കെയാണ് റീപ്ലേസ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സമയത്ത് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഓട്ടോമാറ്റിക്കലി ആ ഡാറ്റയെ അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാൻസ്ഫർ ചെയ്തോളും. ആപ്ലിക്കേഷൻ പ്രോഗ്രാമർ നീഡ് നോട്ട് ബി കൺസേൺഡ് വിത്ത് ദിസ് ട്രാൻസ്ഫർ. ആപ്ലിക്കേഷൻ നമ്മൾ പ്രോഗ്രാമേഴ്സ് ഈ ട്രാൻസ്ഫറിനെ പറ്റി കൺസേൺ ചെയ്യേണ്ട ആവശ്യമില്ല. അതുപോലെ തന്നെ ആപ്ലിക്കേഷൻ പ്രോഗ്രാംസ് ഡസ് നോട്ട് നീഡ് ടു ബി അവെയർ ഓഫ് ദ ലിമിറ്റേഷൻസ് ഇമ്പോസ്ഡ് ബൈ ദ അവൈലബിൾ ഫിസിക്കൽ മെമ്മറി. അതായത് ഫിസിക്കൽ മെമ്മറിൻ്റെ സൈസ് കുറവാണെന്നുള്ള ആ ഒരു ഇത് മൈൻഡിൽ വെച്ചിട്ടല്ല ആപ്ലിക്കേഷൻ പ്രോഗ്രാമർ പ്രോഗ്രാം ചെയ്യുന്നത്. പ്രോഗ്രാമർ എത്ര വലിയ സ്പേസുള്ള പ്രോഗ്രാം ആയാലും നോർമൽ ചെയ്യുന്നത് പോലെ തന്നെയാണ് ചെയ്യുക. ബാക്കിയുള്ള കാര്യങ്ങൾ ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ് സെക്കൻഡറി സ്റ്റോറേജിലേക്ക് മാറ്റുന്നതും അപ്പുറം ഇപ്പുറം ട്രാൻസ്ഫർ ചെയ്യുന്നതും ഒക്കെ ചെയ്യുന്നത്. ഓക്കെ, then techniques that automatically move program and data between main memory and secondary storage when they are required for execution are called virtual memory techniques. അതായത് നമ്മൾ പിന്നെ ഓട്ടോമാറ്റിക്കലി ഡാറ്റേനെ സെക്കൻഡറി മെമ്മറിയിലേക്കും പ്രൈമറി മെമ്മറിയിലേക്കും ട്രാൻസ്ഫർ ചെയ്യുന്ന ആവശ്യം വരുന്ന സമയത്ത് ട്രാൻസ്ഫർ ചെയ്യുന്ന ടെക്നിക്കിനെയാണ് എന്ത് പറയുന്നത്, വെർച്വൽ മെമ്മറി ടെക്നിക് എന്ന് പറയുന്നത്. പ്രോഗ്രാംസ് ആൻഡ് പ്രോസസ്സേഴ്സ് റെഫറൻസസ് ആൻഡ് ഇൻസ്ട്രക്ഷൻ ഓർ ഡാറ്റ independent of the size of the main memory. Processor issues binary address for instruction and data. These binary addresses are called logical or virtual addresses. അതായത് നമ്മൾ പ്രോഗ്രാം ആക്സസ് ചെയ്യുന്ന സമയത്ത് അത് ഇൻസ്ട്രക്ഷൻസ് ഒക്കെ നമ്മൾ റെഫർ ചെയ്യുന്ന സമയത്ത് അത് മെയിൻ മെമ്മറിയിലാണോ സെക്കൻഡറി മെമ്മറിയിലാണോ എന്നുള്ള ആ ഒരു കൺസിഡറേഷൻ വെച്ചിട്ടല്ല നമ്മൾ അഡ്രസ്സൊക്കെ ജനറേറ്റ് ചെയ്യുന്നത്. നോർമലി മെയിൻ മെമ്മറിയിലാണ് ഡാറ്റ ഉള്ളതെന്നുള്ള രീതിയിലാണ് അഡ്രസ് ജനറേഷൻ നടക്കുന്നത്. അപ്പോൾ ആ അഡ്രസ്സിന് എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഒന്നുകിൽ അതിനെ ലോജിക്കൽ അഡ്രസ്സ് അല്ലെങ്കിൽ വെർച്വൽ അഡ്രസ്സ് എന്നാണ് പറയുന്നത്. ബട്ട് ഈ കൊടുത്തിരിക്കുന്ന ലോജിക്കൽ ഓർ വെർച്വൽ അഡ്രസ്സിനെ നമ്മൾ മെയിൻ മെമ്മറിയിലേക്ക് മാപ്പ് ചെയ്യുന്ന സമയത്ത് സം സോർട്ട് ഓഫ് ഓപ്പറേഷൻസ് പെർഫോം ചെയ്യേണ്ടി വരും. ആ വെർച്വൽ അഡ്രസ്സിനെ ഞങ്ങൾ ഒറിജിനൽ ഫിസിക്കൽ അഡ്രസ്സിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, വെർച്വൽ അഡ്രസ് ആർ ട്രാൻസ്ലേറ്റഡ് ഇൻ ടു ഫിസിക്കൽ അഡ്രസ് ബൈ എ കോമ്പിനേഷൻ ഓഫ് ഹാർഡ്വെയർ ആൻഡ് സോഫ്റ്റ്വെയർ സബ്സിസ്റ്റംസ്. അതിന് വേണ്ടിയിട്ട് സം ഓപ്പറേഷൻസ് പെർഫോം ചെയ്യണം. നമ്മൾ കൊടുക്കുന്ന ഈ വെർച്വൽ അഡ്രസ്സിനെ മെയിൻ മെമ്മറിനെ മാപ്പ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഫിസിക്കൽ അഡ്രസ്സിലേക്ക് മാറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. If virtual address refer to a part of the program that is currently in the main memory, it is accessed immediately. അതായത് വെർച്വൽ അഡ്രസ്സ് നമ്മളിപ്പോൾ ഒരു വെർച്വൽ അഡ്രസ്സ് കൊടുത്തു. ആ വെർച്വൽ അഡ്രസ്സ് എന്ന് പറയുന്നത് കറൻ്റ്ലി മെയിൻ മെമ്മറിയിലുള്ള ഡാറ്റേൻ്റെ അഡ്രസ്സ് ആണെങ്കിൽ നമുക്ക് ഇമ്മീഡിയറ്റ് ആയിട്ട് ഡാറ്റേനെ ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഇനി അതർവൈസ് if the address refer to a part of the program that is not currently in the main memory, it is first transferred into the main memory ബിഫോർ ഇറ്റ് ക്യാൻ ബി യൂസ്ഡ്. അതായത് നമ്മൾ ഒരു മെമ്മറി അഡ്രസ്സ് കൊടുത്തു, ആ അഡ്രസ്സ് കൊടുത്തിരിക്കുന്നതെന്ന് പറയുന്നത് ഇപ്പം മെയിൻ മെമ്മറിയിൽ ഇല്ലാത്തൊരു ഡാറ്റേൻ്റെ അഡ്രസ്സാണ്. അങ്ങനെയുള്ള ടൈമിൽ എന്ത് ചെയ്യണം, ആദ്യം തന്നെ ആ ഡാറ്റേനെ മെയിൻ മെമ്മറിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്തിട്ട് എടുക്കണം. അപ്പോൾ ഇത് ടിപ്പിക്കൽ ഒരു വെർച്വൽ മെമ്മറി ഓർഗനൈസേഷൻ്റെ ഫിഗറാണ് ഈ കാണിച്ചിട്ടുള്ളത്. അപ്പോൾ എ സ്പെഷ്യൽ ഹാർഡ്വെയർ യൂണിറ്റ് കോൾഡ് മെമ്മറി മാനേജ്മെൻറ്റ് യൂണിറ്റ്. ഈ മെമ്മറി മാനേജ്മെൻറ്റ് യൂണിറ്റ് എന്താ പെർഫോം ചെയ്യുന്നത്, വെർച്വൽ അഡ്രസ്സിനെ ഫിസിക്കൽ അഡ്രസ്സിലേക്ക് ചേഞ്ച് ചെയ്യുകയാണ് ചെയ്യുന്നത്. മെമ്മറി മാനേജ്മെൻറ്റ് യൂണിറ്റ് ട്രാൻസ്ലേറ്റ്സ് വെർച്വൽ അഡ്രസ് ഇൻ ടു ഫിസിക്കൽ അഡ്രസ്. ഇഫ് ദ ഡിസൈർഡ് ഡാറ്റ ഓർ ഇൻസ്ട്രക്ഷൻ ആർ ഇൻ ദ മെയിൻ മെമ്മറി ദേ ആർ ഫെച്ച്ഡ് ആസ് ഡിസ്ക്രൈബ്ഡ് പ്രീവിയസ്ലി. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ എന്ത് ചെയ്യുന്നത്, നമ്മൾ ഓർഗനൈസേഷൻ നോക്കാം. മെയിൻ മെമ്മറി ഉണ്ട്, മെയിൻ മെമ്മറിൻ്റെ പ്രൊസസ്സറിൻ്റെ ഇടയിൽ ക്യാഷ് മെമ്മറി ഉണ്ട്, ദെൻ സെക്കൻഡറി സ്റ്റോറേജ്, ഡിസ്ക് സ്റ്റോറേജ് ഉണ്ട്. ഇത്രയാണുള്ളത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് നമ്മൾ പ്രൊസസ്സർ അഡ്രസ്സ് ജനറേറ്റ് ചെയ്യും. ആ അഡ്രസ്സ് ജനറേറ്റ് ചെയ്യുന്ന അഡ്രസ്സ് വെർച്വൽ അഡ്രസ്സ് ആണെങ്കിൽ വെർച്വൽ അഡ്രസ്സിന് എന്ത് ചെയ്യും, മെമ്മറി മാനേജ്മെൻറ്റ് യൂണിറ്റ് ഫിസിക്കൽ അഡ്രസ്സ് ആക്കിയിട്ട് മാറ്റും. ദെൻ ഫിസിക്കൽ അഡ്രസ്സ് ആക്കിയിട്ട് മാറ്റിയിട്ട് ആ അഡ്രസ്സ് ക്യാഷ് മെമ്മറിയിൽ അവൈലബിൾ ആണ്. അതായത് നമ്മൾ കൊടുക്കുന്ന അന്വേഷിക്കുന്ന ഡാറ്റ അല്ലെങ്കിൽ ഇൻസ്ട്രക്ഷൻ ക്യാഷ് മെമ്മറിയിൽ അവൈലബിൾ ആണോ എന്ന് ചെക്ക് ചെയ്യും. ക്യാഷ് മെമ്മറിയിൽ അവൈലബിൾ ആണെങ്കിൽ കറസ്പോണ്ടിങ് ഡാറ്റ പ്രൊസസ്സറിന് സെൻഡ് ചെയ്ത് ബാക്ക് ചെയ്ത് കൊടുക്കും.
ഇനി ക്യാഷ് മെമ്മറിയിൽ അവൈലബിൾ അല്ല എങ്കിൽ എന്ത് ചെയ്യും, മെയിൻ മെമ്മറിയിൽ ചെക്ക് ചെയ്യും. മെയിൻ മെമ്മറിയിൽ നിങ്ങളുടെ ഇൻസ്ട്രക്ഷൻ പ്രസൻ്റ് ആണെങ്കിൽ മെയിൻ മെമ്മറിയിൽ നിന്ന് എന്ത് ചെയ്യാം, നമുക്ക് ഡാറ്റേനെ പ്രൊസസ്സറിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ അതിൻ്റെ ഒരു കോപ്പി നമ്മൾ ക്യാഷ് മെമ്മറിയിലും പ്ലേസ് ചെയ്യും. എന്നിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, പ്രൊസസ്സറിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നത്. പിന്നെ എന്തെങ്കിലും റെഫറൻസ് വന്നിട്ടുണ്ടെങ്കിൽ ആ ക്യാഷ് മെമ്മറിയിൽ നമുക്ക് ആ ഇൻസ്ട്രക്ഷൻ എടുക്കാൻ വേണ്ടി പറ്റും. ഇനി ഇൻ കേസ് നമ്മുടെ മെയിൻ മെമ്മറിയിലും പ്രസൻറ്റ് അല്ല എങ്കിൽ എന്ത് ചെയ്യണം, ആ ഫിസിക്കൽ അഡ്രസ്സ് നമ്മുടെ ഡിസ്ക് സ്റ്റോറേജിലേക്ക് ഉള്ള ഡാറ്റ ആണെങ്കിൽ ആ ഡിസ്ക് സ്റ്റോറേജിലെ ഡാറ്റേനെ മെയിൻ മെമ്മറിയിലേക്ക് പ്ലേസ് ചെയ്യണം. അപ്പോൾ മെയിൻ മെമ്മറിയും ഡിസ്ക് സ്റ്റോറേജും സെക്കൻഡറി സ്റ്റോറേജും മെയിൻ മെമ്മറിയും തമ്മിലുള്ള ഓപ്പറേഷൻസ് പ്രൊസസ്സറിൻ്റെ എന്താ പ്രൊസസ്സർ ഹെൽപ്പ് ചെയ്യാണ്ട് നടക്കുന്ന ഓപ്പറേഷൻസ് ഉണ്ടാവും. അങ്ങനെയുള്ള ഓപ്പറേഷൻസിനെയാണ് DMA എന്ന് പറയുന്നത്. അപ്പോൾ DMA ഡയറക്ടറി മെമ്മറി ആക്സസ് ആണ്. അപ്പോൾ അവിടെ പ്രൊസസ്സർ പ്രസൻ്റ് ആയിരിക്കില്ല ഡയറക്റ്റ് മെമ്മറി ആക്സസ് ചെയ്യുന്ന സമയത്ത്. അപ്പോൾ അങ്ങനെയുള്ള ഓപ്പറേഷൻ വെച്ചിട്ടാണ് നമ്മൾ ഈ മെയിൻ മെമ്മറിയിലേക്ക് ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യുന്നത്. പ്രൊസസ്സറിൻ്റെ ഹെൽപ്പ് ഇല്ലാണ്ട് ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ എന്ത് ചെയ്യും, നമ്മൾ സെക്കൻഡറി സ്റ്റോറേജിലുള്ള ഡാറ്റേനെ മെയിൻ മെമ്മറിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും. അതിനുശേഷം നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ ക്യാഷ് മെമ്മറിയിലൊരു കോപ്പി പ്ലേസ് ചെയ്യും. അതിനുശേഷം പ്രൊസസ്സറിലേക്ക് ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യും. If the desired data or instruction are not in the main memory, they must be transferred from the secondary storage to the main memory. MMU causes the operating system to bring the data from secondary storage into the main memory. Operating systemത്തിൻ്റെ ഹെൽപ്പോടുകൂടിയാണ് സെക്കൻഡറി സ്റ്റോറേജ് ഡിവൈസസിൻ്റെ അകത്തുനിന്ന് മെയിൻ മെമ്മറിയിലേക്ക് ഡാറ്റാസിനെ ട്രാൻസ്ഫർ ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് വെർച്വൽ മെമ്മറി ഓർഗനൈസേഷൻ്റെ അത് നടക്കുന്ന ഓപ്പറേഷൻസ് എന്ന് പറയുന്നത്. Assume that the program and data are composed of fixed length unit called pages. A page is നെക്സ്റ്റ് ടോപ്പിക്കാണ് അഡ്രസ് ട്രാൻസ്ലേഷൻ. അതായത് നമ്മൾ ഫിസിക്കൽ അഡ്രസ് വെർച്വൽ അഡ്രസ്സിനെ ഫിസിക്കൽ അഡ്രസ്സിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ടെക്നിക്സ് ആണ് നമ്മൾ പറയുന്നത്. അതിൻ്റെ അകത്ത് അസ്യൂം ദാറ്റ് പ്രോഗ്രാം ആൻഡ് ഡാറ്റ ആർ കമ്പോസ്ഡ് ഓഫ് ഫിക്സഡ് ലെങ്ത് യൂണിറ്റ് കോൾഡ് പേജസ്. അതായത് നമ്മൾ പേജസ് ആയിട്ടാണ് ഡാറ്റാസിനെ സ്റ്റോർ ചെയ്യുന്നത്. മെമ്മറിയിൽ പേജസ് ആയിട്ടാണ് ഡാറ്റാസ് സ്റ്റോർ ചെയ്യുന്നതെന്ന് അസ്യൂം ചെയ്യാം. A page consists of a block of words that occupy contiguous location in the main memory. ഒരു പേജിൻ്റെ അകത്ത് എന്താ ബ്ലോക്ക് ഓഫ് വേർഡ്സ് ഉണ്ട്. അപ്പോൾ 8 ബിറ്റോ അല്ലെങ്കിൽ 16 ബിറ്റോ ഉള്ള വേർഡ്സ് ആയിട്ടാണ് ഓരോ പേജസിൻ്റെ അകത്തും ഡാറ്റാസ് സ്റ്റോർ ചെയ്തിട്ടുള്ളത്. കണ്ടിന്യൂസ് ലൊക്കേഷനിലാണ് സ്റ്റോറേജ് ഉള്ളത്. കണ്ടിന്യൂസ് ലൊക്കേഷൻസിലായിരിക്കും മെമ്മറിയിൽ സ്റ്റോർ ചെയ്തിട്ടുണ്ടാവുക. ദെൻ പേജ് ഈസ് എ ബേസിക് യൂണിറ്റ് ഓഫ് ഇൻഫർമേഷൻ ദാറ്റ് ഈസ് ട്രാൻസ്ഫേർഡ് ബിറ്റ്വീൻ സെക്കൻഡറി സ്റ്റോറേജ് ആൻഡ് മെയിൻ മെമ്മറി. പേജിന് നമുക്ക് എന്താ ഒരു ഫിക്സഡ് സൈസുള്ളൊരു എന്താ സ്റ്റോറേജ് ആയിരിക്കും. നമ്മളിപ്പം എന്തെങ്കിലും ഒരു പ്രോഗ്രാമിൻ്റെ ഒരു ഇത്ര ബൈറ്റാണ് ഒരു പേജായിട്ട് റെപ്രസെൻറ്റ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു ഫിക്സഡ് സൈസ് ആയിരിക്കും ഉണ്ടാവുക. അതിന് സെക്കൻഡറി സ്റ്റോറേജിൻ്റെ അകത്ത് നിന്ന് മെയിൻ മെമ്മറിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടി പറ്റും നമുക്ക്. സൈസ് ഓഫ് എ പേജ് കോമൺലി റേഞ്ചസ് ഫ്രം 2K to 16K ബൈറ്റ്സ്. ഇപ്പോൾ 2K മുതൽ 16K വരെയുള്ള ബൈറ്റ്സ് ആണ് സാധാരണ ഒരു പേജിൻ്റെ റേഞ്ച് ഓഫ് ഡാറ്റ സ്റ്റോറേജ് എന്ന് പറയുന്നത്. Pages should not be too small because the access time of secondary storage device is much larger than the main memory. അപ്പോൾ പേജ് എന്ന് പറയുമ്പോൾ ചെറിയ പേജ് സൈസ് കൊടുക്കാൻ വേണ്ടി പാടില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പം ഒരു ആവശ്യമുള്ള ഒരു ഡാറ്റ എന്ന് പറയുന്നത് 2-3 പേജസിലൊക്കെ ആയിപ്പോൾ. അപ്പോൾ മെയിൻ മെമ്മറിയിൽ നിന്ന് ഡാറ്റ എടുക്കുന്നതിനേക്കാളും ടൈം ആവശ്യമാണ് സെക്കൻഡറി സ്റ്റോറേജിൻ്റെ അകത്ത് നിന്ന് ഡാറ്റ റീഡ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഒരു 4-5 പേജസിലൊക്കെ ആയിട്ട് സ്റ്റോർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഡാറ്റ എടുക്കുമ്പോൾ ഒരുപാട് ടൈം ഡിലേ ഉണ്ടാവാൻ വേണ്ടിയിട്ട് സാധ്യതയുണ്ട്. അതുപോലെ തന്നെ പേജസ് ഷുഡ് നോട്ട് ബി ടു ലാർജ് എൽസ് എ ലാർജ് പോർഷൻ ഓഫ് ദ പേജ് മേ നോട്ട് ബി യൂസ്ഡ് ആൻഡ് ഇറ്റ് വിൽ ഓക്യുപ്പൈ വാല്യുബിൾ സ്പേസ് ഓഫ് ദ മെയിൻ മെമ്മറി. അതുപോലെ തന്നെ പേജിൻ്റെ സൈസ് എന്ന് പറഞ്ഞാൽ ഒരുപാട് കൂടുതലും ആക്കാൻ വേണ്ടി പാടില്ല. ഒരുപാട് കൂടുതലാക്കി കഴിഞ്ഞാൽ നമ്മളൊരു 2 പേജസ് എടുക്കുമ്പോഴത്തേക്കും മെയിൻ മെമ്മറീൻ്റെ സ്പേസ് ഫുള്ളാവാൻ സാധ്യതയുണ്ട്. മെയിൻ മെമ്മറി അത്രയും സ്പേസിൽ നമ്മൾ കൊടുക്കുന്നില്ലല്ലോ. അപ്പോൾ പേജസിൻ്റെ സൈസ് എന്ന് പറയുന്നത് ഒരുപാട് ചെറുതാവാനും പാടില്ല, ഒരുപാട് വലുതാവാനും പാടില്ല. അങ്ങനെ ഒരു റേഞ്ചിലായിരിക്കണം നമ്മൾ പേജ് സൈസ് സെറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ കൺസെപ്റ്റ് ഓഫ് വെർച്വൽ മെമ്മറി അതുപോലെ തന്നെ ക്യാഷ് മെമ്മറി ഏകദേശം സിമിലർ ആണ് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ക്യാഷ് മെമ്മറി എന്തിനാണ് ചെയ്തിട്ടുള്ളത്? ബ്രിഡ്ജ് ദ സ്പീഡ് ഗ്യാപ്പ് ബിറ്റ്വീൻ പ്രൊസസ്സർ ആൻഡ് മെയിൻ മെമ്മറി. അതായത് പ്രൊസസ്സറിൻ്റെയും മെയിൻ മെമ്മറിൻ്റെ ഇടയിൽ ക്യാഷ് ഫിക്സ് ചെയ്തിട്ട് ആ ഗ്യാപ്പ് ഫില്ല് ചെയ്യുകയാണ് ചെയ്യുന്നത്.
അത് ഹാർഡ്വെയർ ഇംപ്ലിമെൻറ്റേഷൻ ആണ്. വെർച്വൽ മെമ്മറി എന്ന് പറയുന്നത് ഇൻട്രൊഡ്യൂസ്ഡ് ടു ബ്രിഡ്ജ് ദ സ്പീഡ് ഗ്യാപ്പ് ബിറ്റ്വീൻ ദ മെയിൻ മെമ്മറി ആൻഡ് സെക്കൻഡറി സ്റ്റോറേജ്. മെയിൻ മെമ്മറിൻ്റെ സെക്കൻഡറി സ്റ്റോറേജിൻ്റെ ഇടയിലുള്ള സ്പീഡ് ഗ്യാപ്പ് ബ്രിഡ്ജ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഇംപ്ലിമെൻറ്റഡ് ഇൻ പാർട്ട് ബൈ സോഫ്റ്റ്വെയർ ആണ്. അതായത് സോഫ്റ്റ്വെയർ ഇംപ്ലിമെൻറ്റേഷൻ ആണ് വെർച്വൽ മെമ്മറി എന്ന് പറയുന്നത്. ക്യാഷ് മെമ്മറി എന്ന് പറയുന്നത് ഹാർഡ്വെയർ ഇംപ്ലിമെൻറ്റേഷൻ ആണ്. ഓക്കെ, ബാക്കി ഇതിൻ്റെ കണ്ടിന്യൂഷൻ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം.